ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാത്രിയാണ് കേട്ടോ അറിഞ്ഞത്. സ്കൂളും മദ്രസയും ഒന്നും 2 ദിവസം ഇല്ല എന്നുള്ളത് കുട്ടികളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർമാർക്കൊന്നും വിളിച്ചിട്ട് അവർ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയായിരുന്നു സാർ എടുത്തത്. അപ്പോൾ സ്കൂളില്ലെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം നാത്തൂനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു, അതായത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ 8 മണി ആവാനായിട്ടുണ്ടായിരുന്നു ഏകദേശം. ആ സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്, ഇരിങ്ങാട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂൾ മദ്രസും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിരുന്ന് പോയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. പിന്നെ അതന്നെ ആവും മനസ്സിലായി. അപ്പോൾ മദ്രസ സ്കൂളില്ല 2 മാസമായിരുന്നു കേട്ടോ വീട്ടിലേക്ക് വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി പോരും. നിൽക്കാൻ പോയിട്ട് വിരുന്ന് പോയിട്ട് 2 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷീസുട്ടിക്ക് എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിൽ അവളെന്തൊക്കെയാണ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയതായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ഞങ്ങളും വരുന്നത് നോക്കി ഫാദിക്കുട്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അവന് ഫോണൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ എത്താത്തേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടെത്താനായിട്ടുണ്ട്. ചേട്ടമ്പടിയാണ് വീട്. അപ്പോൾ ചേട്ടമ്പടിയുടെ മുകളിലെത്തിയിട്ടുണ്ട്. വീടെത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറക്കണ കഴിഞ്ഞ വീടാണ് കേട്ടോ. കണ്ടില്ല, അവിടെ ഉമ്മയും ഫാദിക്കുട്ടിയും അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയേക്കിന് അവന് ഓടി വന്ന് ഷീസൂട്ടിയെ എടുത്ത് പോവാണ്. അപ്പോൾ മുന്നേ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഷീസൂട്ടിക്ക് ഫാദിക്കുട്ടിനെയും ഫാദിക്ക് ഷീസൂട്ടിനെയും ഭയങ്കര ഇഷ്ടമാട്ടോ അവർക്ക്. അപ്പോൾ അവർ സംസാരിച്ചിരിക്കുകയാണ്. ഷീസൂട്ടി നേരെ അകത്തേക്കൊന്നും കയറുന്നില്ല കേട്ടോ. നേരെ പോയിട്ടുണ്ടായിരുന്നത് അവർ കളിക്കുന്നൊരു വണ്ടി ഉണ്ട് കേട്ടോ, അതിമക്കായിരുന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ അതിമന്ന് വീണുകാണ്ട് വീണിട്ടാണ് അവിടെ നിന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടുന്ന് ഇതിമൊക്കെ ഏറ്റവും നോക്കുമ്പോഴാണ് കേട്ടോ അവൾ വീഴുന്നത്. വീണിട്ട് അതിമന്നൊന്ന് എണീറ്റ് പോന്നു. ഷിസൂട്ടി വീണു കേട്ടോ. ഷിസൂട്ടി വീണപ്പോൾ വേഗം മോന് ആ വണ്ടി എടുത്തിട്ട് നേരെ തൊടയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഇവിടെ പമ്പരം കറക്കിയൊക്കെ കളിക്കുകയായിരുന്നു. ഞങ്ങളിതുവരെ അകത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ. ഉമ്മ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഉമ്മാനോട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. നാത്തൂനാണെങ്കിൽ അവളെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ പോയിട്ടുണ്ട്. അവളെത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് കേട്ടോ. അപ്പോഴേക്കും അനിയനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അകത്തൂടെ പന്തളിക്കുക കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഉമ്മ ജ്യൂസും കലത്തപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കലത്തപ്പം ചൂടാണ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നിൽക്കായിരുന്നു. നല്ല ചൂട് ആവിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇങ്ങനെ ചെന്നേക്കിന് കുറച്ച് നേരത്തെ എത്തും വിചാരിച്ചിട്ടാണ് കേട്ടോ ഉമ്മ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കലത്തപ്പം ജ്യൂസും കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനിയന് ബ്രോസ്റ്റും കൊടുന്നേരാന്ന് പറഞ്ഞിട്ട് അവന് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ കാത്തിരിക്കുന്നുണ്ട് ബ്രോസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ബ്രോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രോസ്റ്റൊക്കെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മോൻ്റെ മോളും വന്നിട്ടുണ്ടായിരുന്നു നാത്തൂൻ്റെ കൂടെ. അവളും ഉണ്ടായിരുന്നു കേട്ടോ. അവൾ വീട്ടിലേക്ക് പോയപ്പോൾ അവളും പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
അപ്പോൾ ഞങ്ങളൊക്കെ പാടെ ബ്രോസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങിയിട്ട് അപ്പോൾ